वक्फ के नाम पर लाखों हेक्टेयर जमीन पूरे देश में है। इस जमीन, इस प्रॉपर्टी से गरीब का, बेसहारा महिलाओं बच्चों का भला होना चाहिए था और आज ईमानदारी से उसका उपयोग हुआ होता तो मेरे मुसलमान नौजवानों को साइकिल के पंक्चर बना करके जिंदगी नहीं गुजारनी पड़ती। कांग्रेस ने सिर्फ कुछ कट्टरपंथियों को ही खुश किया है, बाकी समाज बेहाल रहा, अशिक्षित रहा, गरीब रहा। कांग्रेस की इस कुनीति का सबसे बड़ा प्रमाण वक्फ कानून है। और ये बात मोदी साहब करने को तैयार नहीं है और सिर्फ लोगों को बोलने लगाते हैं, जो कांग्रेस के खिलाफ, नेहरू जी के खिलाफ, हमारे खिलाफ, ये कहते हैं कि इन्होंने क्या किया। अरे हम तो ये कह रहे बाबा तुम क्या किए ये बताओ। നമസ്കാരം. വഖഫ് നിയമ ഭേദഗതിക്ക് ശേഷം ഒരു പൊതുചടങ്ങിൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കവേ വഖഫിന്റെ പേരിൽ രാജ്യത്ത് നടന്നത് ഭൂമാഫിയയുടെ ഭൂമി കൊള്ളയെന്ന് പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2013 കോൺഗ്രസ് സർക്കാർ ഭൂമാഫിയയ്ക്ക് വേണ്ടിയാണ് വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്. പിന്നാക്കക്കാർക്കും ദളിതർക്കും ആദിവാസികൾക്കും സ്ത്രീകൾക്കും അവകാശപ്പെട്ട ഭൂമിയാണ് വഖഫ് വഴി തട്ടിയെടുത്തത്. വഖഫ് ഭൂമി കൊണ്ട് മുസ്ലിം വിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് എന്ത് പ്രയോജനമുണ്ടായെന്ന ചോദ്യം കൂടി ഉയർത്തി പ്രധാനമന്ത്രി. ബി.ആർ. അംബേദ്കറുടെ 135ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഹരിയാനയിൽ സംഘടിപ്പിച്ച പൊതുപരിപാടിയിലായിരുന്നു മോദിയുടെ പരാമർശങ്ങൾ. മുസ്ലിം വിഭാഗത്തിലെ പാവപ്പെട്ടവർക്കൊപ്പം നിൽക്കുന്നത് തങ്ങളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അധികാരത്തിൽ ഇരുന്നപ്പോഴെല്ലാം വോട്ട് ബാങ്കിനായാണ് കോൺഗ്രസ് ഭരണഘടനയെ ഉപയോഗിച്ചതെന്ന് ആരോപിക്കുമ്പോൾ ഇനി അങ്ങോട്ട് വഖഫ് തന്നെയാണോ ബിജെപിയുടെ തുറുപ്പുചീട്ട്? സാമൂഹ്യ നീതിക്കായാണോ നിയമ ഭേദഗതി? വഖഫ് യാഥാർത്ഥ്യത്തിൽ ഭൂമാഫിയയോ? പരിശോധിക്കാം. സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ റോണി കെ ബേബി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, ശ്രീ ജോമോൻ ചക്കാലക്കൽ ബിജെപി പ്രതിനിധി, അഡ്വക്കേറ്റ് അമീൻ ഹസൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ റോണി കെ ബേബി, വഖഫ് നിയമത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം നടന്നുവരികയാണ്. മുർഷിദാബാദിലൊക്കെ അതൊരു കലാപ സമാനമായ സാഹചര്യമായി മാറിയിരിക്കുകയും ചെയ്യുന്നു. ഈ രീതിയിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ഒരു പൊതു ചടങ്ങിൽ പറയുന്നത് സാമൂഹ്യ നീതി ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് തങ്ങൾ ഈ നിയമം പാസാക്കിയിരിക്കുന്ന നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് എന്നതാണ്. അപ്പോൾ സാമൂഹ്യ നീതിക്കായി കൊണ്ടുവന്ന ഒരു നിയമ ഭേദഗതിക്കെതിരെയാണോ ഈ രാജ്യവ്യാപക പ്രക്ഷോഭം? അതിന് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്? വഖഫ് നിയമം ഇവിടെ മാസങ്ങളായി നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 2024 ഓഗസ്റ്റ് മാസത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ത്യയിൽ ആരംഭിച്ചത്. ഏതൊക്കെയാലും ഏകദേശം 9-10 മാസങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആദ്യമായി ഈ വഖഫിനെ കുറിച്ച് ഒരു പരാമർശം നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ പരാമർശം സദുദ്ദേശപരമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ അടുത്ത ഭിന്നിപ്പിക്കൽ തന്ത്രം, വിഭജിക്കൽ തന്ത്രം, ഇപ്പോൾ അദ്ദേഹം പറയുന്നത് വല്ലാത്ത മുസ്ലിം സ്നേഹമാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തില് അങ്ങ് ഒഴുകി പരക്കുന്നത് നമ്മൾ കണ്ടത്. മുസ്ലിം സമുദായത്തിലെ പിന്നോക്കക്കാർക്ക് വേണ്ടിയാണ്, മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശമായി വന്നത്, പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസത്തിനും പ്രത്യേകതയുണ്ട്. ഇന്ന് ഏപ്രിൽ 14 തീയതിയാണ്. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ ജന്മദിനമാണിന്ന്. അപ്പൊ വളരെ കൃത്യമായി തന്നെ അവിടെ സാമൂഹിക നീതി എന്നൊരു വിഷയത്തെ ഊന്നിക്കൊണ്ടാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ തുറുപ്പ് ചീട്ട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. എന്താ സാമൂഹിക നീതി എന്ന് പറഞ്ഞാൽ? സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകൾക്കും സാമൂഹികമായ നീതി, അത് രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവും, അങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിരിക്കുന്നത്. സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എല്ലാ പൗരന്മാർക്കും ഉറപ്പു നൽകുക. പക്ഷെ ഈ ഭരണകൂടം കൃത്യമായി കഴിഞ്ഞ 11 വർഷമായി ഇന്ത്യയിൽ ഭരണം നടത്തുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണകൂടം ഈ സാമൂഹിക നീതി നടപ്പാക്കാൻ വേണ്ടിയാണോ അദ്ദേഹം ഇവിടെ ശ്രമിക്കുന്നത്? ഇന്ന് അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നു, കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഒരു മുസ്ലിം പ്രസിഡന്റ് പോലും കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് 50% സീറ്റുകൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്യണം. ഞാൻ ഒരു കാര്യം കൃത്യമായി അങ്ങോട്ട് ചോദിക്കട്ടെ, ഈ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യത്തോട് ചോദിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഒരു മുദ്രാവാക്യമുണ്ടല്ലോ, സബ്കാ വികാസ്,
എല്ലാവരുടെയും വികസനം, രാജ്യത്തെ 145 കോടി ജനങ്ങളുണ്ടെങ്കിൽ എല്ലാവരുടെയും വികസനത്തെ കുറിച്ചാണ് പ്രധാനമന്ത്രി പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്ത് എത്ര മുസ്ലിങ്ങൾക്ക് സീറ്റുകൾ നൽകി? ആകെ നൽകിയത് ഒരേ ഒരു സീറ്റാണ്, മലപ്പുറം. പക്ഷേ ആ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനെത്തിയ പ്രധാനമന്ത്രി ആ സ്ഥാനാർത്ഥിയെ തന്റെ പ്രചരണ വാഹനത്തിൽ പോലും കയറ്റുവാനായിട്ട് തയ്യാറായില്ല. 1952 ശേഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ക്യാബിനറ്റിൽ, കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു മുസ്ലിം പ്രാതിനിധ്യം ഇല്ലാത്തത്. ഇന്ത്യയിൽ ഏകദേശം 13-14% വരുന്ന മുസ്ലിം ജനസാമാന്യം ഉണ്ടായിട്ട് അവിടെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രി പോലും ക്യാബിനറ്റിൽ ഇല്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ ഈ വഖഫ് നിയമം ഈ രാജ്യത്തെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നത്. കാരണം ഇവിടെ വഖഫ് നിയമം പാസ്സാക്കിയപ്പോൾ നമ്മൾ കണ്ടു, ഇവിടെ BJPയും സംഘപരിവാറും പ്രചരിപ്പിച്ചിരുന്ന എത്രയോ വലിയ നുണക്കഥകളാണ്. ആ നുണക്കഥകളുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നു. അവര് തുടർച്ചയായി ഇവിടെ ഇന്ത്യയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രമുണ്ട്, ഒരു ഭിന്നിപ്പിക്കലിന്റെ തന്ത്രം, ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിന്റെ തന്ത്രം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഫാൾസ് ആയിട്ടുള്ള നുണക്കഥകളൊക്കെ വല്ലാതെ പ്രചരിപ്പിച്ച് ഇവിടെ ലോക്സഭയില് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി തന്നെ ആദ്യം പറഞ്ഞു 4 ലക്ഷം ഏക്കറാണ് അത്ര വഖഫിനുള്ളത്. പിന്നീട് അത് 9.4 ലക്ഷം ഏക്കറായി. അവസാനം ഈ വഖഫ് നിയമം ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം തന്നെ പാർലമെന്റിൽ പറയുന്നത് 38 ലക്ഷം ഏക്കർ സ്ഥലമാണ് അത്ര വഖഫിനുള്ളത്. ഇവിടെ BJPയുടെ കേന്ദ്രങ്ങൾ മുഴുവൻ പ്രചരിപ്പിച്ചത് റെയിൽവേയും മിലിറ്ററിയും കഴിഞ്ഞാൽ 3ാമത്തെ ഏറ്റവും വലിയ ലാൻഡ് ഹോൾഡർ ആണ് വഖഫ്. പക്ഷെ പിറ്റേ ദിവസം വഖഫ് നിയമം പാസ്സാക്കിയതിന് പിറ്റേ ദിവസം RSSന്റെ മുഖപത്രം ഓർഗനൈസർ പറയുന്നു, അല്ല 18 കോടി മുസ്ലിങ്ങള് 9.4 ലക്ഷമാണ് വഖഫ് ബോർഡിലൂടെ അല്ല വഖഫ് ബോർഡ് കൈവശം വെച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ കത്തോലിക്ക സഭ കൈവശം വെച്ചിരിക്കുന്നത് 18 കോടിയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഈ കണക്കിന്റെയൊക്കെ ആധികാരികത എന്താണ്? ഇവിടെ ഇതുപോലെയുള്ള നുണക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവരുന്ന BJP കൊണ്ടുവരുന്ന ഓരോ നിയമവും ഞാൻ കൃത്യമായി പറയാം. ാക്കുമായി ബന്ധപ്പെട്ട് ഇവിടെ BJP പറഞ്ഞു, പ്രധാനമന്ത്രി പറയുന്നത് മുസ്ലിം സ്ത്രീകൾ അവരുടെ വിഷമം മാറ്റുവാൻ വേണ്ടി, അവരുടെ വേദന മാറ്റുവാൻ വേണ്ടി, അവരുടെ സങ്കടം മാറ്റുവാൻ വേണ്ടി, കൃത്യമായി പറഞ്ഞാൽ ഈ ജനുവരി മാസം 29-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച് ഇവിടെ അറ്റോർണി ജനറൽ തുഷാർ മേത്തയോട് ചോദിച്ചു, വഖഫ് അല്ലെങ്കിൽ ഈ പറയുന്ന മുത്തലാഖ് നിയമപ്രകാരം നിങ്ങൾ എത്ര കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? ഒരുപാട് വിഷയങ്ങളുണ്ട് വഖഫിൽ തന്നെ, നമുക്ക് പറയാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. പ്രാഥമികമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താങ്കൾ വിശദീകരിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. അഡ്വക്കേറ്റ് അമീൻ ഹസൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് അമീൻ ഹസൻ, ഈ വഖഫിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഈ ആസ്തികളുടെ ഭരണം, അതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുക, ക്ഷേമം ഉറപ്പുവരുത്തുക എന്നത്. അപ്പോൾ അതിന്റെ പ്രാഥമികമായ ലക്ഷ്യം പോലും നടപ്പാക്കിയില്ല അത് എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് അതൊരു ഭൂമാഫിയയാണ് എന്ന ഒരു ആരോപണമാണ് പ്രധാനമന്ത്രി ഉയർത്തുന്നത് പൊതുചടങ്ങിൽ. വഖഫിനെതിരെ പ്രതിഷേധം ഇത്രയധികം ശക്തമായിരിക്കുമ്പോൾ സാമൂഹ്യനീതി ഉറപ്പുവരുത്താനാണ്, ഭൂമാഫിയക്കെതിരെയാണ് തങ്ങൾ ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്, മുസ്ലിങ്ങളിലെ തന്നെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ഗുണപരമായ മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പറയുമ്പോൾ അതിന്റെ ഒരു പ്രതിഫലനം എന്താകുമെന്ന് താങ്കൾ കരുതുന്നു? ഒന്നാമത്തെ കാര്യം, ഏപ്രിൽ 14-ന് ഡോക്ടർ അംബേദ്കർ നരേന്ദ്രമോദിയെ പോലുള്ള ഒരു ഫാസിസ്റ്റിനെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഡോക്ടർ അംബേദ്കറുടെ ഒരു കോട്ട് തന്നെ വായിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ അഭിപ്രായം പറയാമെന്ന് ഞാൻ വിചാരിക്കാം. ജനാധിപത്യത്തിന്റെ പ്രവർത്തനത്തിന് ഒരു കാര്യം വളരെ അത്യാവശ്യമാണെന്ന് എന്ന് എനിക്ക് തോന്നുന്നു. ജനാധിപത്യത്തിന്റെ പേരിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തിനെ അടിമയാക്കരുത്. ഭൂരിപക്ഷമാണ് ഭരണം നടത്തുന്നത് എങ്കിലും ന്യൂനപക്ഷത്തിന് എപ്പോഴും സുരക്ഷിതത്വം അനുഭവപ്പെടണം. ന്യൂനപക്ഷത്തെ വേദനിപ്പിക്കരുത്, അഥവാ അവരോട് മര്യാദകേട് കാണിക്കരുത്. ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന് വേണ്ടി ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ നീതി നിറഞ്ഞ പ്രവർത്തനം 2002-ൽ നടത്തിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടേത്. അന്ന് അദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. 2000-ൽ പരം മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യാൻ നേതൃത്വം നൽകിയവർ ഞങ്ങൾക്ക് 3 ദിവസം നരേന്ദ്രമോദി അനുവദിച്ചിരുന്നു എന്ന് പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അന്ന് ഇദ്ദേഹം ഈ പറയുന്ന പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളെ, ഗർഭിണികളായ സ്ത്രീകളുടെ ഭ്രൂണം പുറത്തെടുത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് 1.5 പതിറ്റാണ്ടിലധികം ഒരു മുസ്ലിം സ്ത്രീ സുപ്രീം കോടതി വരെ അതിശക്തമായ നിയമ പോരാട്ടം നടത്തി തന്റെ കുടുംബാംഗങ്ങളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നത് കാണേണ്ടി വന്ന ഒരു സ്ത്രീ നിയമ പോരാട്ടം നടത്തി ചില സംഘപരിവാർ പ്രവർത്തകരെ ശിക്ഷിക്കുവാൻ ഇന്ത്യയിലെ കോടതികൾക്ക് സാധിച്ചു.
അതിന്റെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. ആ ആളുകളോട് ഗുജറാത്തിലെ ഭരണകൂടം ചെയ്തത് എന്താണ്, അവരെ എങ്ങനെയാണ് പുറത്തുവിട്ടത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ സാമൂഹ്യനീതി പ്രഭാഷണത്തെക്കുറിച്ച് ഒരു ചർച്ച തന്നെ അപ്രസക്തമാണ് എന്ന് ഞാൻ കരുതുന്നു. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു വസ്തുതാപരവും ചരിത്രപരവുമായ യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെക്കാൻ ഈ തരത്തിലുള്ള പ്രോപ്പഗണ്ടകൾ മതി എന്ന് നരേന്ദ്രമോദിക്ക് തോന്നുന്നത് ഇതിന്റെ വസ്തുതകൾ ചർച്ച ചെയ്യാൻ പലപ്പോഴും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ തയ്യാറാവാതിരിക്കുമ്പോഴാണ്. എങ്ങനെയാണ് വഖഫ് അപ്പോയിന്റ്മെന്റ് ആക്ട് 2013 ഉണ്ടാവുന്നത്? സച്ചാർ കമ്മീഷന്റെ റെക്കമെൻഡേഷനുകളിൽ ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗങ്ങൾ ഏറെ പിന്നാക്കമാണെന്നും അതിൽ തന്നെ അവരുടെ വഖഫ് സ്വത്തുക്കൾ വ്യാപകമായി അന്യാധീനപ്പെട്ടിട്ടുണ്ടെന്നും പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയെ അന്നത്തെ മുൻ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന റഹ്മാൻ ഖാന്റെ നേതൃത്വത്തിൽ നിയോഗിക്കുന്നു. ഈ പാർലമെന്റ് കമ്മിറ്റി രാജ്യമാകെ സഞ്ചരിച്ച് സംസ്ഥാനങ്ങളോട് സംസാരിച്ച് ഒരു കരട് സമർപ്പിക്കുന്നു. ആരായിരുന്നു ആ പാർലമെന്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്? ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലുള്ള രാജ്നാഥ് സിംഗ് ഉണ്ടായിരുന്നു, സുഷമ സ്വരാജ് ഉണ്ടായിരുന്നു. അദ്വാനി അടക്കമുള്ള ആളുകൾ യുനാനിമസ് ആയി പാസാക്കിയ നിയമമാണ് 2013 വഖഫ് അമെന്റ്മെന്റ് ആക്ട് എന്നും ആ ആക്ടിനെയാണ് ഇപ്പോൾ ഇവർ കിരാതം എന്ന് വിളിക്കുന്നതെന്നും നമ്മൾ ആലോചിക്കണം. അങ്ങനെയായിരുന്നുവെങ്കിൽ എന്തിനാണ് സുഷമ സ്വരാജും രാജ്നാഥ് സിംഗും അടങ്ങുന്ന JPC കമ്മിറ്റി യുനാനിമസ് ആയി വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെടുന്നതിനെതിരായ ഒരു നിയമം പാസാക്കാൻ തീരുമാനിക്കുന്നത്? അന്നത്തെ സാഹചര്യം എന്തായിരുന്നു? ഇന്ത്യയൊന്നാകെ കോർപ്പറേറ്റുകളും സംസ്ഥാനങ്ങളും അടക്കം വഖഫ് സ്വത്തുക്കൾ കൈയേറ്റം ചെയ്യുകയും വഖഫ് സ്വത്തുക്കൾ ഒന്നാകെ അന്യാധീനപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ വഖഫ് സ്വത്തുക്കൾ ഉപയോഗപ്പെടുത്തിയാൽ തന്നെ സച്ചാർ കമ്മീഷൻ മുന്നോട്ട് വെച്ച ഇന്ത്യയിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന, വലിയ രീതിയിലുള്ള പിന്നാക്കാവസ്ഥ നേരിടുന്ന, എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായി, സാമൂഹികമായി, രാഷ്ട്രീയമായി, വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കും. ഞാൻ പൂർത്തീകരിക്കട്ടെ. അതായത് BJPയുടെ ഒരു ഘടകകക്ഷി സുപ്രീം കോടതിയിൽ ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞത് എന്താ? ആദിവാസികളുടെ ഭൂമി, ഗോത്രവംശജരുടെ ഭൂമി സംരക്ഷിക്കുമെന്നാണ്. BJPയുടെ ഒരു ഘടകകക്ഷി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. അവരുടെ പ്രധാന വാദം എന്താണെന്ന് അറിയാമോ? ഇത് ഗോത്ര ജനവിഭാഗങ്ങളുടെ അവകാശങ്ങളെ നിഷേധിക്കും. കശ്മീരിലെ, ത്രിപുരയിലെ, ലക്ഷദ്വീപിലെ ഒന്നും മുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്യാൻ കഴിയില്ല. ഈ നിയമത്തിലെ ക്ലോസ് അനുസരിച്ച് ആ പ്രശ്നം ചലഞ്ച് ചെയ്തുകൊണ്ട് NDAയിലെ ഒരു ഘടകകക്ഷി സുപ്രീം കോടതി സമർപ്പിച്ചിരിക്കുകയാണ് ഈ വ്യാജങ്ങൾ നരേന്ദ്രമോദി പ്രചരിപ്പിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതാണ്. ശ്രീ അമീൻ തന്നെ സൂചിപ്പിച്ചു, ഈ വഖഫിന്റെ അന്യാധീനപ്പെട്ടു പോയ ഭൂമി മതി മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനെന്ന്. പക്ഷെ നോക്കൂ, അവിടെ നിന്ന് ഇങ്ങോട്ട് അതിന്റെ യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കപ്പെട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് മോദി ഇവിടെ വിരൽ ചൂണ്ടുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. മുസ്ലിങ്ങളിലെ തന്നെ പാവപ്പെട്ട വിഭാഗങ്ങൾക്ക് യാതൊരു ഗുണവും ഈ വഖഫ് ഭേദഗതികൾ കൊണ്ട് ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, പസ്മാന്ത മുസ്ലിങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. അപ്പോൾ ഈ വിഭാഗങ്ങൾക്ക് അവർ എന്താണോ അർഹിക്കുന്നത്, വഖഫിന്റെ ഈ ന്യൂനപക്ഷ വിഭാഗം എന്ന് താങ്കൾ പറഞ്ഞല്ലോ, അതിൽ തന്നെ മുന്നാക്കക്കാരായ വിഭാഗങ്ങൾ ഇതിന്റെ ഗുണം കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. അവരിൽ നിന്ന് സാധാരണക്കാരായ മുസ്ലിം വിഭാഗത്തിലെ സാധാരണക്കാരായ ആളുകളിലേക്ക് അതിന്റെ നേട്ടം എത്തിക്കാനുള്ളതാണ് ഈ ഭേദഗതി എന്ന് പറയുന്നു മോദി. അതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ ചോദ്യം തന്നെ ഉയരുന്നത് വഖഫിന്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കുമെങ്കിൽ നരേന്ദ്രമോദി പറയുന്ന കള്ളങ്ങളൊന്നും നമ്മൾ എടുത്ത് ചർച്ചയ്ക്ക് പോലും എടുക്കൂല. വഖഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആളുകൾ നൽകുന്ന ഒരു പെർമനന്റ് ആയിട്ടുള്ള ഡെഡിക്കേഷനാണ്. അതിന് വാക്കിഫ് പറയുന്ന, ആരാണോ വഖഫ് ചെയ്യുന്നത് അദ്ദേഹം പറയുന്ന ഇന്റൻഷൻസ് ഉണ്ടാവും. ജാമിയ മില്ലിയ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര സർവകലാശാല വഖഫാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി വഖഫാണ്. ഇങ്ങനെ ആയിരക്കണക്ക് വഖഫുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വഖഫ് ഭൂമി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് നല്ല ഒന്നാന്തരം ഒരു പച്ചക്കള്ളത്തിന്റെ പ്രചാരണമാണ്. എങ്ങനെ വഖഫ് ഭൂമിയുടെ അന്യാധീനപ്പെടൽ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വഖഫ് അന്യാധീനപ്പെടുത്തി വെച്ചിരിക്കുന്ന ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുണ്ട്, റിലയൻസ് അടക്കമുള്ള കോർപ്പറേറ്റുകൾ. അത് നമുക്ക് ചർച്ച ചെയ്യാം. ആരാണ് ഇന്ത്യയിലെ ഭൂമി അന്യാധീനപ്പെടുത്തി വെച്ചിരിക്കുന്നത്? ആരാണ് വഖഫ് ഭൂമിയുടെ ഏക്കർ കണക്കിന് ഭൂമികൾ, ആരാണ് വഖഫ് ഭൂമി കയ്യേറിയിരിക്കുന്നത് എന്ന വസ്തുതകൾ ഡാറ്റ വെച്ചുള്ള ചർച്ച ചെയ്യാം. പസ്മന്ത മുസ്ലിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെട്ടിട്ടില്ല. ഇന്ത്യയിലെ സ്ത്രീകൾക്ക്, സവിശേഷമായി സ്ത്രീകൾക്ക് മാത്രമായി വഖഫ് ഭൂമി ഉപയോഗപ്പെടുന്നില്ല. ഇതെന്തോ ഭൂമാഫിയ, ഇതിന് എന്ത് ഡാറ്റയുള്ളത്? അദ്ദേഹം പറയുന്നതിന് എന്ത് അടിസ്ഥാനമാണ്? നിങ്ങൾക്കറിയോ എന്ത് അടിസ്ഥാനമാണുള്ളത്? ഒരു അടിസ്ഥാനവും ഇല്ല. പച്ചക്കള്ളം പറയുന്നു. അതെന്തോ ഒരു ആർഗ്യുമെന്റ് ആയി ഉന്നയിക്കുന്നു. അത് നമ്മൾ എങ്ങനെ ചർച്ച ചെയ്യാനാണ്? ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജോമോൻ ചക്കാലക്കൽ, മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. താങ്കളുടെ പോയിന്റ് വ്യക്തമാക്കി. ഞാൻ താങ്കളിലേക്ക് തിരിച്ചുതരാം. ശ്രീ ജോമോൻ ചക്കാലക്കൽ, ഇവിടെ ഇപ്പോൾ
നമുക്കറിയാം ഒരു നിയമ ഭേദഗതി ഉണ്ടാകുന്നു. ആ നിയമ ഭേദഗതി ആലോചിക്കുമ്പോൾ മുതൽ തന്നെ അതിനെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉയരുന്നുണ്ട്. സഭയിലെ ഭൂരിപക്ഷം കൊണ്ട് തന്നെ ആ നിയമ ഭേദഗതി പാസ്സാക്കിയെടുക്കുന്നു എങ്കിൽ പോലും ആ എതിർപ്പ് അടങ്ങുന്നില്ല. ഇതിപ്പോൾ രാജ്യവ്യാപകമായി അതിനെതിരെ പ്രതിഷേധം നടന്നു വരികയാണ്. പലയിടങ്ങളിലും അതൊരു കലാപ സാഹചര്യത്തിലേക്ക് മാറുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ ശമിപ്പിക്കാൻ, ആളുകളെ ബോധവൽക്കരിക്കാൻ, അല്ലെങ്കിൽ ആളുകൾക്ക് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിലെ കാര്യങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കാൻ വേണം നേതാക്കൾ തയ്യാറെടുക്കേണ്ടത്. ആ പ്രതിഷേധത്തെ അണയ്ക്കാൻ വേണം തയ്യാറെടുക്കേണ്ടത്. അവിടെ ഇപ്പോൾ പ്രധാനമന്ത്രി ആ പ്രതിഷേധം ആളിക്കത്തിക്കുന്ന നിലയിൽ ഒരു പരാമർശം നടത്തിയിരിക്കുകയാണോ ഈ പ്രസ്താവനകളിലൂടെ ചെയ്തിരിക്കുന്നത്? ഭൂമാഫിയ എന്ന് വിളിച്ച് വഖഫിനെ അഭിസംബോധന ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഭൂമാഫിയയാണ് എന്ന് പറയുമ്പോൾ അതൊരു ഈ വികാരത്തെ ആളിക്കത്തിക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങളെ ആളിക്കത്തിക്കുന്ന ഒന്നായി മാറില്ലേ യഥാർത്ഥത്തിൽ? രേണു, ഡോക്ടർ അംബേദ്കർ ജയന്തിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഒരു നീണ്ട പ്രസംഗം നടത്തുകയുണ്ടായി. കഴിഞ്ഞ കാലങ്ങളിലെ ഭരണ നേട്ടങ്ങളെല്ലാം വിവരിച്ചുകൊണ്ടൊരു നീണ്ട പ്രസംഗം നടത്തിയതിന്റെ അനന്തരഫലമായി അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ചില ബില്ലുകളെ കുറിച്ചും ഈ വഖഫ് ബില്ലിനെ കുറിച്ചൊക്കെ പരാമർശിക്കുകയുണ്ടായി. നോക്കൂ, കഴിഞ്ഞ 11 വർഷമായി ഇന്ത്യയുടെ ഭരണം കൈയാളുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ തെളിവുകളും കൃത്യമായ രേഖകളും അദ്ദേഹത്തിന്റെ കയ്യിലില്ലാതെ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ആരോപണം പറയുകയില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ കൃത്യമായി ഇവരുടെ രാഷ്ട്രീയമായിട്ടൊക്കെ രണ്ടു കൂട്ടരും പറയുന്നത് ഞാൻ കേട്ടു. നമുക്കറിയാലോ 1913 മുതൽ 2013 വരെയുള്ള 100 വർഷക്കാലം കൊണ്ട് വെറും 18 ലക്ഷം ഏക്കർ മാത്രം വഖഫ് ഭൂമി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് 2013 അവസാന ലോക്സഭയുടെ അവസാന സെഷനുകൾ, ഏകദേശം ആ ലോക്സഭ കാലയളവ് തീരാറായിരിക്കുന്ന ഒരു സമയത്ത് അതിന്റെ അവസാന സെഷനിൽ ഒരു ഹിഡൻ അജണ്ട പോലെ ഈ അമെൻമെന്റ് വീണ്ടും ഭേദഗതി കൊണ്ടുവരുന്നു. നമ്മൾ ശ്രദ്ധിക്കണം ഒരു കാര്യം, കൃത്യമായിട്ട് ഈ മുന്നണിക്ക് അറിയാമായിരുന്നു അനവധി അഴിമതികൾ നടത്തിയ ഒരു മുന്നണിയാണ് അവരെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതൊക്കെ പറഞ്ഞാൽ നമുക്കിവിടെ സമയം തീരില്ല. 2G സ്പെക്ട്രം തുടങ്ങി അനവധി അഴിമതികൾ അവർക്ക് അറിയാമായിരുന്നു കൊണ്ട് തന്നെ ഇനി അടുത്ത കാലത്തൊന്നും ഒരു ഭരണം കിട്ടില്ല എന്ന് കൃത്യമായി ബോധ്യമുള്ള കേന്ദ്ര സർക്കാർ, അന്നത്തെ കേന്ദ്ര സർക്കാർ, അതായത് UPA സർക്കാർ അവസാന കാലയളവിൽ കൊണ്ടുവന്ന, അവസാന സെഷനിൽ കൊണ്ടുവന്ന ഒരു നിയമ ഭേദഗതിയായിരുന്നു അന്നത്തെ 2013 അമെൻമെന്റ് ചേഞ്ച് ഭേദഗതി. ഒരു കാര്യം പറയാം, അതിനുശേഷമുള്ള ഈ 10 വർഷം മാത്രം എടുത്ത് നമ്മൾ നോക്കിയാൽ മതി രേണു. 2013 മുതൽ 2023 വരെയുള്ള സമയം മാത്രം എടുത്ത് നമ്മളൊന്ന് നോക്കിയാൽ മതി. 21 ലക്ഷം ഏക്കർ ഭൂമി ഈ 10 വർഷ കാലയളവ് കൊണ്ട് എങ്ങോട്ടാ വരുന്നത്? ഈ വഖഫ് ഭൂമിയിലേക്ക്, ഇവർ പറയുന്ന ചാരിറ്റി പ്രവർത്തനത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്ന ഭൂമി എന്ന് പറഞ്ഞു വരുന്നു. അവിടെയാണ് നരേന്ദ്രമോദിയും കൂട്ടരും കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ ഇതിന്റെ പിന്നിൽ നടത്തിയ ചില അന്വേഷണങ്ങൾക്കൊടുവിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് വലിയ ഒരു ഭൂമാഫിയ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. കൃത്യമായ അന്വേഷണം നടക്കാൻ പോവുകയാണെന്നേ. ഇവർക്കൊക്കെ ഭയം കയറിയിരിക്കുക. കാരണം എന്തെന്നറിയാമോ? ഇത് കൃത്യമായി ഓഡിറ്റിങ്ങിന് വിധേയമാകുവാൻ പോകുക. ഇവിടെ കേരളത്തിൽ തന്നെ 25,000-ഓളം. ക്ഷമിക്കുക, താങ്കൾ തന്നെ പറയുന്നു അന്വേഷണം നടക്കുകയാണ് എന്ന്. അപ്പോൾ പ്രോസസ്സിലുള്ള ഒരു കാര്യം എന്ന് താങ്കൾ തന്നെ പറയുന്ന വിഷയത്തിലാണ് പ്രധാനമന്ത്രി വലിയ പ്രതിഷേധം ഉയരുമ്പോൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. ഭൂമാഫിയാണ് ഇതിന് പിന്നിലെന്ന്. അതാണ് ചോദിക്കുന്നത്, എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്? അത് ഈ ഘട്ടത്തിൽ ഞാൻ പറയാം. നോക്കൂ, നമ്മള് ഈ കേരളത്തെ മാത്രം എടുത്താൽ, കേരളത്തിൽ നിലവിൽ കേരളത്തിലെ വഖഫ് ബോർഡിന്റെ കയ്യിൽ 25,000-ഓളം ഏക്കർ ഭൂമി ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, 25,000-ഓളം ഏക്കർ ഭൂമിയിൽ ഇപ്പോൾ കൃത്യമായി ഒരു റീസർവേ നടത്തിയാൽ ഒരു 10,000 ഏക്കർ ഭൂമി പോലും ഇവരുടെ കയ്യിലില്ല. ബാക്കി ഭൂമി എവിടെ പോയെന്ന് ചോദിച്ചാൽ ഇവിടത്തെ പല രാഷ്ട്രീയ മേലാളന്മാരും അഴി എണ്ണുന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇവിടെ പല രാഷ്ട്രീയ നേതാക്കളും ആ ഭൂമി കൈയാളി, ആ ഭൂമി മറിച്ച് വിറ്റ്, ആ ഭൂമിയിൽ വില്ലകളും ആ ഭൂമിയിൽ വലിയ ഫ്ളാറ്റുകളും വരെ കയറിയിരിക്കുന്ന വിവരങ്ങൾ കൃത്യമായി ലഭിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിൽ പറയുന്നു, വരും നാളുകളിൽ കൃത്യമായ അന്വേഷണം നടക്കും, കൃത്യമായ ഓഡിറ്റിങ്ങിന് വിധേയമാകും, പല ഭൂമികളും റീസർവേക്ക് വിധേയമാകും, പല നേതാക്കളും ഇതിന്റെ പിന്നിൽ കുടുങ്ങും, വലിയൊരു ഭൂമാഫിയ ഇതിന്റെ പുറകിലുണ്ട്. കൃത്യമായി പറയുന്നു, അഴിമതി
ഇതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നുണ്ട് ലേണു. അത് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. കേരളത്തിലെ, ഞാൻ പേര് പറയുന്നില്ല, കൃത്യമായിട്ട് തെളിവുകൾ വരുന്നത് കൊണ്ട് എങ്കിലും കേരളത്തിലെ ഒരു നേതാവിന്റെ കയ്യിൽ തന്നെ ഈ 12,000-ഓളം ഏക്കർ ഭൂമിയൊക്കെ ഈ വഖഫിന്റെ തന്നെ ഉണ്ടെന്ന് ചില ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ വലിയ ഏത് നേതാവിന്റെ പേരിൽ ശ്രീ ജോമോൻ ചക്കാലക്കൽ നമ്മൾ ഒരു വിഷയത്തിൽ ഒരു ചർച്ച നടത്തുകയാണ്. അപ്പോൾ താങ്കൾക്ക് പേരോ വസ്തുതയോ അല്ലെങ്കിൽ എന്തെങ്കിലും രേഖകളോ ഉണ്ടോ ഇത്തരം ആരോപണങ്ങൾ നടത്താൻ? ഭൂമാഫിയാണ് കൈയടക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഭൂമാഫിയാണ് വഖഫ് എന്ന് പ്രധാനമന്ത്രി ആരോപിക്കുമ്പോഴും പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനൊക്കെ എന്ത് രേഖ, എന്ത് അടിസ്ഥാനം, എന്ത് തെളിവ് എന്നൊരു ചോദ്യം ഉയരും. അല്ല, അതൊക്കെ ഞങ്ങൾക്കറിയാമെന്ന്. ഞങ്ങൾ ആർട്ടിക്കിൾ 370 ഇവിടുന്ന് എടുത്തു കളഞ്ഞപ്പോ നിങ്ങൾ ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടി? ഇവിടത്തെ ഉള്ള കടൽ തീരവും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ ബീച്ചുകളും നിങ്ങൾ നശിപ്പിച്ചില്ലേ? ആളുകളെ കുറെ കൂട്ടി. നിങ്ങൾ എത്ര കോടിക്കണക്കിന് രൂപ മുടക്കി നിങ്ങളുടെ പ്രക്ഷോഭം നടത്തി. നിങ്ങളുടെ രാഹുൽ ഗാന്ധിക്ക് വരെ ഇന്ന് അവിടെ പോയിട്ട് ജോഡോ യാത്രയുടെ സമാപനം അവിടെ വൃത്തിയായി നടത്തേണ്ടി വന്നത് ആർട്ടിക്കിൾ 370 ഞങ്ങൾ എടുത്തു കളഞ്ഞത് കൊണ്ടാ. ഇവിടെ NRC വന്നില്ലേ? ഇവിടെ CAA കൊണ്ടുവന്നില്ലേ? ഇവിടെ നിങ്ങൾ എത്ര കോടി രൂപയുടെ പ്രചരണം നടത്തി? ഇവിടെ എന്തൊക്കെ ചെയ്തു? ഇവിടെ ആരുടെയെങ്കിലും പൗരത്വം പോയോ? ഇവിടെ മുത്തലാഖ് കൊണ്ടുവന്നില്ലേ? മുത്തലാഖിന് നിങ്ങൾ എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടി? ഇവിടെ ഇവിടെ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചോ? ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാ ഞങ്ങൾ പറയാം. ഇവിടെ GST വന്നില്ലേ? നോക്കൂ, GST വന്നപ്പോ നിങ്ങൾ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണെന്നേ. നിങ്ങൾ ഇതിന്റെ പുറയിലും നിങ്ങൾ കുറെ ഇങ്ങനെ കാണിച്ചു കൂട്ടും. പക്ഷേ ഇന്ന് പ്രധാനമന്ത്രിയെ പോലെയുള്ള ഒരാൾ ഇതിന്റെ പിന്നിൽ ഭൂമാഫിയ ഉണ്ടെന്ന് പറയണമെങ്കിൽ വെറുതെ പറയത്തില്ല രേണു. അതിവിദൂരമല്ലാതെ എന്താ പറയാ, നോക്കോ, പിക്ചർ അഭി ബാക്കി ഹേ ട്രെയിലർ ഹേ എന്ന് നമ്മളൊക്കെ പറയുന്നത് പോലെ പിക്ചർ അഭി ബാക്കി ഹേ. വലിയ വലിയ വീരന്മാർ ഇതിന് മുന്നിൽ കുടുങ്ങാൻ പോകുന്നു. കേരളത്തിലെ തന്നെ ചില വില്ലാളി വീരന്മാർ കെട്ടിപ്പൊക്കിയ ചില ഫ്ലാറ്റ് സമുച്ചയങ്ങൾ വഖഫ് ഭൂമിയുടേതാണെന്ന് തെളിയിക്കുന്ന ദിനങ്ങൾ അതിവിദൂരമല്ലാതെ ഭാരതീയ ജനതാ പാർട്ടി. ശരി, ഇപ്പോൾ പ്രധാനമന്ത്രിയും ഏതാണ്ട് ഇതുപോലെയുള്ള ഡയലോഗുകളാണ് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഡയലോഗ് ഇറക്കുന്നതിനപ്പുറം അതിനെന്തൊക്കെ രേഖകളുണ്ട്, എന്തൊക്കെയാണ് അതിന് ആധാരമാക്കിയത് എന്ന കാര്യം പറഞ്ഞാൽ മാത്രമേ ഇതിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ അണിചേർന്നിരിക്കുന്നവരെ നിങ്ങളുടെ വഴിയെ വരാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അത്രയധികം രേഖകളോ അല്ലെങ്കിൽ തെളിവുകളോ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ അതാണ് പ്രധാനമന്ത്രിയും അതുമായി ബന്ധപ്പെട്ടവരും പുറത്തു കൊണ്ടുവരേണ്ടതും. അതാണ്, അത് കാണിച്ചിട്ട് വേണം ഈ രീതിയിലുള്ള സംസാരമെങ്കിൽ നമുക്ക്. ഒരു കണക്ക് ഞാൻ പറയാം. കേരളത്തിൽ ഒരൊറ്റ കണക്ക് പറയാം. 4 ലക്ഷത്തോളം ഇസ്ലാം മതത്തിലെ അമ്മമാർ വിധവമാരായിട്ടുണ്ട്. 2 സെന്റ് ഭൂമി പോലും ഇല്ലാത്തവരുണ്ട്. ഈ വഖഫ് ബോർഡിനൊക്കെ ഉത്തരവാദിത്തമുള്ളവരെ ഇതിലുണ്ടായിരുന്നെങ്കിൽ ഇവർക്കൊക്കെ ഒരു 2 സെന്റ് ഭൂമിയെങ്കിലും കൊടുത്തോ? അതിദരിദ്രരായ 2 ലക്ഷത്തോളം ഇസ്ലാം മത സഹോദരങ്ങൾ കേരളത്തിൽ ഇന്ന് വാടക വീടുകൾ താമസിക്കുന്നുണ്ട്. ശ്രീ ജോമോൻ ചക്കാലക്കൽ, ഇപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന ഭേദഗതി പ്രകാരം ഈ സ്ഥലമില്ലാത്ത എല്ലാവർക്കും 2 സെന്റ് വീതം കിട്ടും. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ ഇത് ചാരിറ്റിയായി ദൈവത്തിന് കൊടുക്കുന്നു എന്നല്ലേ പറയുന്നത്? ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വേലി തന്നെ വിളവ് തിന്നുന്ന നിലവാരത്തിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില വില്ലന്മാര് മാത്രം ഇത് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ? അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞ ഭൂമാഫിയകൾ കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന പല ഫ്ളാറ്റ് സമുച്ചയങ്ങളും വഖഫിന്റെ ഭൂമിയിലാണ് രേണു. അതെല്ലാം പൊളിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ജോമോൻ, എനിക്ക് ഒരു ഇടവേളയിലേക്ക് പോകേണ്ട സമയമായതുകൊണ്ടാണ് താങ്കൾ ഇത് പരിഹാരമാകുമോ എന്ന എന്റെ ചോദ്യത്തിന് താങ്കൾ മറുപടി നൽകിയതുമില്ല. ഇത് സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല, സാധാരണക്കാരിലേക്ക് എത്തിച്ച് സാമൂഹ്യ നീതി ഉറപ്പുവരുത്താനാണ് എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ പ്രധാനമന്ത്രിക്കോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന താങ്കൾക്കോ അത് എങ്ങനെ സാധ്യമാകുമെന്നത് വിശദീകരിക്കാൻ പറ്റുന്നില്ല എന്ന കാര്യം കൂടിയുണ്ട്. ഞാൻ താങ്കളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. അതൊക്കെ ഞങ്ങൾ ചെയ്തോളും. അതൊക്കെ ഞങ്ങൾ വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ റോണി, ഇവിടെ കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസ് എല്ലായ്പ്പോഴും മതമൗലികവാദികളെ പ്രീണിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ വൈറസാണ് കോൺഗ്രസ് പ്രചരിപ്പിച്ചത് എന്നുമാണ് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കേന്ദ്ര ഭരണം BJPയുടെ കൈവശം വന്നതിന് ശേഷം വന്ന പ്രധാനപ്പെട്ട
നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. പലതും നിയമ പോരാട്ടത്തിന്റെ പാതയിൽ തന്നെയാണ്. വഖഫും ആ രീതിയിൽ നിയമ പോരാട്ടത്തിന്റെ പാതയിലാണ്. അതിനപ്പുറം ഇതിനെ പ്രതിഷേധ രൂപത്തിൽ ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 24 പർഗാനാസിൽ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് നടത്തിയ മാർച്ചിലും വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്തയാണ് ബംഗാളിൽ നിന്ന് വരുന്നത്. അപ്പോൾ എന്ത് ഫലം ഇതുകൊണ്ടുണ്ടാകും എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. ഇത് നിയമപരമായി നേരിടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നിരിക്കെ തന്നെ ഈ പ്രക്ഷോഭങ്ങൾ ആളിക്കത്തിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെ കളിക്കുന്നു എന്ന ഒരു ആരോപണം ഉയർത്തുകയാണ് പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. സാമൂഹ്യ നീതിക്കായും ഏറ്റവും താഴെക്കിടയിലുള്ള ആദിവാസി സമൂഹത്തിന് ഉപകാരപ്പെടുന്നതായാലും മുസ്ലിം വിഭാഗത്തിലെ തന്നെ സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്നതുമായി ഒക്കെയുള്ള ഒരു നിയമ ഭേദഗതിക്കെതിരെ ആ രീതിയിലുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടത്തുന്നു എന്ന ആരോപണത്തെ എങ്ങനെ ചെറുക്കാൻ കഴിയും? കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളൊക്കെ അതിന്റെ അർഹിക്കുന്ന പുച്ഛത്തോടെ തന്നെ തള്ളിക്കളയുക. കാരണം 2014 അധികാരത്തിൽ വന്നപ്പോൾ മുതൽ മോദിയും അമിത്ഷായും ഒക്കെ ലക്ഷ്യം വെക്കുന്നത് ഒരു കോൺഗ്രസ് മുക്ത ഭാരതമാണ്. പക്ഷേ അവര് എത്ര തലമുറ അവരുടെ ഈ ആഗ്രഹവുമായി മുന്നോട്ട് പോയാലും അത് സാധിക്കാൻ പോകുന്നില്ല. കാരണം കോൺഗ്രസ് ഒന്നുമല്ലാതെ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കും കോൺഗ്രസ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇന്ത്യയുടെ രാഷ്ട്രീയം എങ്ങനെ ചിന്തിക്കുമെന്ന് വളരെ കൃത്യമായി തന്നെ അവർക്ക് ബോധ്യപ്പെട്ടോളാം. ഇപ്പോൾ ഹരിയാനയിൽ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇങ്ങനെയൊരു പ്രസംഗമായിട്ട് വന്നത്? കാരണം അവർക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് അവര് പറയുന്ന രാഷ്ട്രീയം, അവർ പറയുന്ന നുണക്കഥകൾ അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇപ്പോൾ പഴയതുപോലെ സ്വീകാര്യമാകുന്നില്ല, അല്ലെ പഴയതുപോലെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കുറച്ചു കാലത്തേക്ക് കുറെ ആളുകളെ പറ്റിക്കാം, പക്ഷെ എല്ലാ കാലത്തേക്കും എല്ലാവരെയും നുണ പറഞ്ഞ് പറ്റിക്കുവാനായിട്ട് കഴിയില്ല. ഇപ്പോഴത് വഖഫ് ബോർഡിന്റെ പ്രശ്നമാണെങ്കിലും അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമമാണെങ്കിലും അതൊക്കെ ഇപ്പോൾ മുസ്ലിം ജനസാമാന്യത്തിന് മാത്രം വിഷയമല്ല. ഇന്ത്യയിലെ പൊതുസമൂഹം മുഴുവൻ ഇപ്പോൾ ഇവരുടെ കാപട്യം തിരിച്ചറിയുന്നുണ്ട്. കാരണം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വലിയ സമരം നടന്നപ്പോൾ ആ സമരത്തിന് ഏറ്റവും വലിയ പിന്തുണയുമായിട്ട് വന്നത് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രശാന്ത് ഭൂഷണനെ പോലെയുള്ള ഇന്ത്യയുടെ പൊതുസമൂഹം വളരെ ബഹുമാനത്തോടെ കാണുന്ന വ്യക്തികൾ, ചന്ദ്രശേഖർ ആസാദിനെ പോലെയുള്ള ദളിത് രാഷ്ട്രീയത്തിന്റെ വക്താക്കള്, സിഖ് ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റിയെ പോലെയുള്ള മറ്റ് ന്യൂനപക്ഷ മതങ്ങളിൽ പെടുന്ന ആളുകൾ ഇപ്പോൾ തന്നെ ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന മണിപ്പൂരിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായി. ഏതാ മുസ്ലിം കേന്ദ്രങ്ങളിലാണോ മണിപ്പൂരിൽ പ്രക്ഷോഭം ഉണ്ടായത്? അല്ല, മെയ്ത്തികളുടെയും കുക്കികളുടെയും ഒരുപോലെ ഒരു പ്രക്ഷോഭത്തിൽ വരിക. രണ്ട് പക്ഷത്ത് നിന്നിരുന്ന അവിടെ കഴിഞ്ഞ 2 വർഷമായി പരസ്പരം പോരടിച്ചിരുന്ന മെയ്ത്തികളും കുക്കികളും ഒരേപോലെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. ഏതിനെതിരെ? ഈ പറയുന്ന വഖഫ് സമരത്തിനെതിരെ, അല്ലെ വഖഫ് സമരത്തിന് വേണ്ടി, അല്ലെ വഖഫ് നിയമത്തിന് എതിരായിട്ട് അവര് പ്രതിഷേധിക്കുക. BJP മുന്നണിയിലെ ഘടകകക്ഷി തന്നെ അവിടെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസുമായി പോയിരിക്കുന്നു. BJP പിന്തുണയ്ക്കുന്ന 2 പാർട്ടികൾ, ഒന്ന് TDPയിൽ വലിയ പൊട്ടിത്തെറിയുണ്ടായി. ജനതാദൾ യുവിലെ മുസ്ലിം നേതാക്കളല്ല, ജനതാദൾ യുവിലെ ഹിന്ദു ഭൂരിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മുന്നണി വിട്ടു പോവുക. അപ്പോൾ BJPക്ക് വളരെ കൃത്യമായി തന്നെ എന്താ ഇവരുടെ രാഷ്ട്രീയം കൃത്യമായി ഇപ്പോൾ ജനങ്ങൾ ഇവിടെ തിരിച്ചറിയുക. ഇവിടെ സാമൂഹ്യ നീതിയെ പോലെ പറയുന്ന അല്ലെങ്കിൽ ഇവിടെ കോൺഗ്രസിനെ വിമർശിക്കുന്ന പ്രധാനമന്ത്രി അതായത് പ്രസംഗമൊന്നും ഒരിക്കലും പബ്ലിക് ഡൊമൈനിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പൊതുസമൂഹത്തിന്റെ ഓർമ്മയിൽ നിന്നോ മാഞ്ഞു പോയില്ല. എന്താ പ്രധാനമന്ത്രി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രസംഗിച്ചത്? കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിലുള്ള സ്ത്രീകളുടെ കെട്ടുതാലി ഉൾപ്പെടെ പറിച്ചുകൊണ്ടു പോകാൻ വേണ്ടി ഒരു സമുദായത്തിന് കോൺഗ്രസ് ഒത്താശ ചെയ്ത് കൊടുക്കും. ഇത്രമാത്രം പച്ചയായ വർഗീയത ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെ അതിന്റെ നേതാക്കളോ അതിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്ന വ്യക്തികളോ ഗ്രൂപ്പ് നടത്തിയിട്ടില്ല. വളരെ ലജ്ജയുണ്ട്. ഡോക്ടർ BR അംബേദ്കർ സാമൂഹ്യ നീതിയുടെ മുദ്രാവാക്യം പറഞ്ഞ, ഹിന്ദുത്വ ശക്തികളെ അതിശക്തമായി എതിർത്ത, ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അതിശക്തമായിട്ട് എതിർത്ത ഈ പറയുന്ന ഡോക്ടർ BR അംബേദ്കർ രൂപീകരിച്ച ഭരണഘടനയുടെ സൃഷ്ടിയായി പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ഒരു വ്യക്തി ഈ ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട്, കാരണം എന്താ, ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ഡൽഹിയില് അവിടെ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി നടന്നിരുന്ന കുരിശിന്റെ വഴിയാണ് ഡൽഹി പോലീസ് ഏകപക്ഷീയമായി അവിടെ കഴിഞ്ഞ ദിവസം തടഞ്ഞത്. ജാർഖണ്ഡിൽ ഉൾപ്പെടെ ഇന്നലെ നമ്മൾ കണ്ടു. മധ്യപ്രദേശിൽ വഖഫ് നിയമം പാസ്സാക്കി 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല. അതിനകം തന്നെ മുസ്ലിം പള്ളി അവിടെ ഇടിച്ചു നിരത്തി കഴിഞ്ഞിരിക്കുക. ഉത്തർപ്രദേശില് ഒക്കെ വളരെ കൃത്യമായി തന്നെ എന്താ ഇവിടുത്തെ ഇത് എന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ഇവിടെ പറയുന്ന നുണക്കഥകൾ എന്താ, ഈ നുണക്കഥകൾ മാത്രമാണ്. ഇവിടെ കൃത്യമായി ഗവൺമെന്റിന്റെ കണക്കുണ്ട്. ഭൂമിയുടെ ഞാൻ ഗവൺമെന്റ് സൈറ്റിൽ നടത്തി കണക്കാൻ പറയാം. സ്ഥാവര വസ്തുക്കൾ 8,73,328,
ജംഗമ വസ്തുക്കൾ 16,713, വഖഫ് എസ്റ്റേറ്റുകൾ 3,56,051, മൊത്തം ആസ്തി എന്ന് പറയുന്നത് 9.4 ലക്ഷം ഏക്കർ സ്ഥലം. ഇതാണ് കൃത്യമായ കണക്ക്, സർക്കാർ കണക്കാണിത്. ഇനി കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ നിസാർ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് ഏകദേശം 44 കേസുകളാണ് കേരളത്തിൽ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ 600 ഏക്കർ സ്ഥലമാണ് അത്ര. പിന്നെ വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടു പോയത് അതിൽ 404 ഏക്കർ എന്ന് പറയുന്നത് പുനഃമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിസാർ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവർ പറയുന്ന ഈ 28 ലക്ഷം 30 ലക്ഷത്തിന്റെ ഒക്കെ കണക്കുകൾ എവിടെയാണ്? ജനങ്ങളെ വിൽക്കാൻ വേണ്ടി എന്നോട് ബഹുമാനപ്പെട്ട ശ്രീ ജോമോൻ ചക്കാലത്തിൽ പറഞ്ഞു, സെന്റ് ഭൂമി വെച്ച് മുസ്ലിം വിധവകൾക്ക് കൊടുക്കട്ടെ. എന്തുകൊണ്ട് നിങ്ങൾ അത് ഇപ്പോൾ കൊണ്ട് നിങ്ങൾ കൊട്ടുഘോഷിച്ചു കൊണ്ടുപോകുന്ന വഖഫ് ഭേദഗതി നിയമം? ഈ വഖഫ് ഈ പ്രധാനമന്ത്രിക്ക് ലജ്ജയുണ്ടോ? പറയുന്ന മുസ്ലിം സ്ത്രീകൾ, പാവപ്പെട്ട മുസ്ലിം സമുദായത്തിലുള്ള ആളുകളുടെ പേര് പറയുന്ന, അവർക്ക് വേണ്ടി ഈ പറയുന്ന കള്ളക്കണ്ണീർ ഒഴുക്കുന്ന പ്രധാനമന്ത്രി ഈ വഖഫ് ഭേദഗതി നിയമത്തിൽ എന്തെങ്കിലും ഒരു പ്രൊവിഷൻ ഈ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ട് നിങ്ങൾ ഈ പറയുന്ന വലിയ രീതിയിൽ പിന്നെ വായിൽ വർത്തമാനം പറയുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇനി ഭൂമി കുംഭകോണത്തെ കുറിച്ച് എന്നൊരു കാര്യം പറയാം. പ്രധാനമന്ത്രി കണക്കുണ്ട്. ഏത് ഭൂമി കുംഭകോണം എന്നറിയാമോ? അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ടേ നമ്മുടെ ശ്രീരാമ ട്രസ്റ്റ് ഉണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ആളുകൾ ഉൾപ്പെടെ BJP നേതാക്കൾ ഉൾപ്പെടെ അടങ്ങിയിരിക്കുന്ന ആ ട്രസ്റ്റ് മേടിച്ചു കൂട്ടിയ ഭൂമിയുടെ വലിയ കോടാനുകോടി രൂപയുടെ അഴിമതിയുടെ കഥകള്, അതിന്റെ രേഖകളൊക്കെ പ്രധാനമന്ത്രിയിലുണ്ട്. ആദ്യം അതിന് നടപടിയെടുക്കാൻ ആർജവം കാണിക്കുക. 15 ലക്ഷം രൂപ സെന്റിന് വിലയുള്ള ഭൂമി 10 കോടി രൂപയ്ക്ക് ഈ പറയുന്ന അയോധ്യയിലെ ശ്രീരാമ ട്രസ്റ്റ് മേടിച്ചതിന്റെയും BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ അവരുടെ മക്കൾ ഉൾപ്പെടെ പ്രതികളായതിന്റെ ഒക്കെ ഒരുപാട് കഥകൾ ഈ രാജ്യത്തുണ്ട്. ആദ്യം അവിടെ നടപടിയെടുക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കേ. അപ്പോൾ ഏറ്റവും വലിയ അഴിമതിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി ആ ഭരണകൂടവും പറയുകയാണ് ഇവിടെ ഈ പറയുന്ന വഖഫ് കൃത്യതയുണ്ടെങ്കിൽ നിയമവിരുദ്ധമായ നടപടികളുണ്ടെങ്കിൽ അത് എവിടെയാണെങ്കിലും മുഖം നോക്കാതെ എടുക്കണം. അല്ലാതെ നമ്മൾ അതിനെ ന്യായീകരിക്കണം. പക്ഷെ അതിന് വരുന്ന നുണക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് പഴയ ബ്രിട്ടീഷുകാർ നടത്തിയ ആ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി തന്നെ ഈ രാജ്യത്ത് നിന്ന് നടപ്പാക്കിക്കൊണ്ട് അംബേദ്കറുടെ തരത്തിൽ ഇത് ചർച്ച ചെയ്യുമ്പോൾ, കാരണം അംബേദ്കർ ഇതുപോലെയുള്ള പ്രതിലോമ ശക്തികളെ, വർഗീയ ശക്തികളെ ഇന്ത്യയുടെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയാണ് ആ മഹത്തായ ഭരണഘടന എഴുതി വെച്ചത്. പക്ഷെ ആ ഭരണഘടനയിൽ പോലും കഴിഞ്ഞ ദിവസം മുഖത്താട്ടി അടികെട്ടിയില്ല സുപ്രീം കോടതിയിൽ നിന്നും ഗവർണർമാരെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്നത്. ഈ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന എങ്ങനെ എന്തിനാ നരേന്ദ്രമോദി കഴിഞ്ഞോളം അബി ബാർ ചാർ സൗ പാർ BJP നേതാവിന്റെ മുദ്രാവാക്യം പറഞ്ഞല്ലോ. അതുപോലെ പ്രധാനമന്ത്രി അബി ബാർ ചാർ സൗ പാർ, എവിടെ പോയി ചാർ സൗ പാർ? ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കി ഈ രാജ്യത്തെ ഭരണഘടന മാറ്റാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് 400 സീറ്റ് പറഞ്ഞിട്ട് 240 സീറ്റ് ജനങ്ങൾ ഒതുക്കിയില്ലേ? നരേന്ദ്രമോദി പോലും 2 റൗണ്ട് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ പുറകിൽ പോയില്ലേ? അപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ ശക്തിയൊന്നും BJP കുറച്ച് കാണിക്കണം. നിങ്ങളുടെ നുണക്കഥകളുടെയൊക്കെ കാലഘട്ടം അവസാനിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ ജനം സത്യം തിരിച്ചറിയും. ശരി റോണി, ഇവിടെ ഈ അംബേദ്കറുമായി ബന്ധപ്പെട്ടൊക്കെ കോൺഗ്രസിന്റെ സമീപനം എന്തായിരുന്നു എന്നതും മാത്രവുമല്ല, അംബേദ്കർ വിഭാവനം ചെയ്ത സമത്വമാണ് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്നുമാണ് ഈ യോഗത്തിൽ തന്നെ പ്രധാനമന്ത്രി അവകാശപ്പെട്ടത്. അഡ്വക്കേറ്റ് അമീൻ ഹസൻ, കേരളത്തിൽ വഖഫിനെതിരായി നടന്ന ഒരു സമരം കരിപ്പൂരിൽ നമ്മൾ കണ്ടതാണ്. മുസ്ലിം ബ്രദർഹുഡ് നേതാക്കളുടേതുൾപ്പെടെയുള്ള ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു അവിടെ പ്രതിഷേധം നടന്നത്. അപ്പോൾ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ആ വഴിയിൽ സഞ്ചരിച്ചവർക്ക് എന്താണ് ഈ പ്രതിഷേധ സമരത്തിൽ അവരുടെ ഫോട്ടോകൾ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ കാരണം എന്ന ചോദ്യം ഉയർന്നുവല്ലോ. അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. മുനമ്പത്തെ ആളുകൾക്ക് ഭൂമി ലഭിക്കും. അപ്പോൾ അവിടെ സാധാരണക്കാരായി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ ഭേദഗതി എന്ന് പറയുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾക്കും സാധാരണക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരമാണ് ഇത് എന്ന് പറഞ്ഞ് സർക്കാർ അവതരിപ്പിക്കുന്ന ഇടത്താണ് ഇത് സാമൂഹ്യനീതി ഉറപ്പുവരുത്തും എന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ച് ഈ യോഗത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിനെ മറ്റ് രീതിയിൽ ഉപയോഗപ്പെടുത്താൻ, വോട്ട് ബാങ്കിനായും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കായും ഒക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കുള്ള ഒരു സന്ദേശമാണ് ഇന്ന് പ്രധാനമന്ത്രി നൽകിയതെന്ന് സ്വാഭാവികമായും ആളുകൾക്ക് തോന്നും. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ തോന്നുന്നു. ഈ ജോമോനോട് പ്രധാനമന്ത്രിയുടെ നമ്മുടെ ചർച്ചയിലെ വക്താവാണല്ലോ, അദ്ദേഹം പറയുന്ന പോലെ ഒരുപാട് കള്ളങ്ങൾ, നിങ്ങളൊന്നും പേടിക്കേണ്ടെന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്. ഞാൻ വളരെ സ്പെസിഫിക് ആയ ചോദ്യങ്ങൾ ചോദിക്കാം. അദ്ദേഹത്തിന്റെ സമയത്തിൽ അദ്ദേഹം ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2013 സുഷമ സ്വരാജും രാജ്നാഥ് സിംഗും അടക്കമുള്ള ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയാണ് ഈ കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയ വഖഫ് ഭേദഗതി ബില്ല്, അമെൻമെന്റ് ബില്ല് സമർപ്പിക്കുന്നത്, ആ സജഷൻസ് വെക്കുന്നത്. അതിനെ എന്തിനാണ് രാജ്നാഥ് സിംഗും സുഷമ സ്വരാജും യുനാനിമസ് ആയിട്ട് പിന്താങ്ങിയത്? അന്ന് അതിൽ എന്തുകൊണ്ടാണ് BJPക്ക് വിയോജിപ്പില്ലാതിരുന്നത്? അതെന്റെ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തിന് ഉത്തരമുണ്ടാവില്ല എന്ന് എനിക്കറിയാം, കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
മുനമ്പം എനിക്ക് കട്ടായിട്ടാ കേൾക്കുന്നത്. വഖഫ് ഭേദഗതിയിലെ ഏത് പ്രൊവിഷൻ വെച്ചിട്ടാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്? ഭേദഗതി വന്നല്ലോ, എന്തേ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടാത്തത്? അതൊരു കള്ളമായിരുന്നു എന്ന് ഇപ്പോൾ ക്രിസ്ത്യൻ ലത്തീൻ സഭയടക്കമുള്ള അവരുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ വന്നു കൊടുക്കുന്നുണ്ട്. സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം, മുനമ്പത്തെ പ്രശ്നം ഈ ഭേദഗതി ബില്ല് ഒരു പ്രൊവിഷൻ കൊണ്ടും പരിഹരിക്കാൻ കഴിയില്ല. അത് അവരുടെ ക്യാമ്പയിനായിരുന്നു. മൂന്നാമത്തെ കാര്യം, ഇപ്പൊ 12,000 ഏക്കർ കേരളത്തിലെ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്, കേരളത്തിലെ ഏത് നേതാവാണ് 12,000 ഏക്കർ വഖഫ് ഭൂമി കയ്യിൽ വെച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം ധൈര്യമുണ്ടെങ്കിൽ പറയട്ടെ. അദ്ദേഹം പറയില്ല, പല കള്ളങ്ങൾ ഇനിയും പറയും, പക്ഷെ പറയില്ല, ആളെ പറയില്ല. അങ്ങനെ ഒരു 12,000 ഏക്കർ വഖഫ് ഭൂമി ആരുടെ കൈവശവും ഇല്ല. ഇനി ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. 25,000 ഏക്കർ ഭൂമി കേരളത്തിൽ അന്യാധീനപ്പെട്ടിട്ടുണ്ട്. ഒരു വശത്ത് അദ്ദേഹം പറയുന്നു വഖഫിന്റെ ഭൂമി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരുപാട് വർദ്ധിച്ചു. മറുവശത്ത് അദ്ദേഹം പറയുന്നു 25,000 ഏക്കർ ഭൂമി കേരളത്തിൽ ആരുടെയൊക്കെയോ കൈവശമാണ്. ഏത് പ്രൊവിഷൻ വെച്ചിട്ടാണ് ഇനി ആ ഭൂമി തിരിച്ചു പിടിക്കുക? ഞങ്ങൾ ഇതാ തിരിച്ചു പിടിക്കുന്നു എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അത് തിരിച്ചു പിടിക്കാനുണ്ടായിരുന്ന പ്രൊവിഷനാണ് 40(3) പഴയ വഖഫ് ആക്ടിലെ. അത് എടുത്തു കളഞ്ഞു. ഇനി മേലിൽ ഒരു വഖഫ് ഭൂമിയും വഖഫ് ബോർഡിന് തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നതാണ് നിയമം. ഇവർ കൊണ്ടുവന്ന നിയമ ഭേദഗതിയിലൂടെ സംഭവിച്ചത്. സുഹൃത്തെ ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞിട്ട് താങ്കൾക്ക് പറയാം. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിയിട്ട് പറയാം. ഒരുപാട് കളവുകൾ. അതായത് സ്വന്തം സമൂഹത്തിലെ ജനങ്ങളെ ഭരണകൂടം അവരുടെ വിശ്വാസപരമായ ആചാരങ്ങൾ, രാജ്യ തലസ്ഥാനത്ത് പോലും സ്വാഭാവികമായ ആചാരങ്ങൾ പോലും പ്രകടിപ്പിക്കാൻ അനുവദിക്കാതെ അടിച്ചമർത്തുമ്പോൾ അടിമക്കണ്ണുകളായി സംഘപരിവാറിന് വേണ്ടി വിധേയപ്പെടുന്ന ആളുകൾക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേറെ ചില കാര്യങ്ങളും മനസ്സിലാവില്ല. എങ്ങനെയാണ് ഏക്കർ കണക്കിന് ഭൂമി മുസ്ലിങ്ങൾക്ക് വഖഫ് സ്വത്തായിട്ട് ഉണ്ടായത് എന്ന് തങ്ങളുടേത് മുഴുവൻ ഒരു സമൂഹത്തിനായി ദൈവത്തിന്റെ പ്രീതി കാംക്ഷിച്ച് ത്യാഗ മനോഭാവത്തോടുകൂടി സംഭാവന ചെയ്യുന്നത് സ്വന്തം സമുദായത്തിന്റെ ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ കണ്ണടച്ചിരിക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല. ഇനി ഭൂമാഫിയ, കേരളത്തിലെ ഭൂമാഫിയ ആരാണ്? എന്തുകൊണ്ടാണ് മുനമ്പം പ്രശ്നം വഖഫ് ഭേദഗതിയിലൂടെ പരിഹരിക്കപ്പെടുമെന്ന ക്യാമ്പയിൻ കേരളത്തിലെ ചില ആളുകളടക്കം നടത്തിയത്? അത് ഏത് ഭൂമാഫിയയുമായി ബന്ധപ്പെട്ട ആരുടെ താല്പര്യം, ആരാണ് ഭൂമി കേരളത്തിൽ അത്തരത്തിൽ കൈവശം വെച്ചിരുന്നതെന്നൊക്കെയുള്ള കേരളത്തിൽ ചർച്ച നടന്നതാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതേസമയം താങ്കൾ ഇവിടെ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതായത് ഈ സമരത്തെക്കുറിച്ച് വരുന്ന പലതരത്തിലുള്ള പ്രചാരണങ്ങൾ. ഇപ്പോ ബംഗാളിലെ സമരം നടത്തുന്ന ISF ഒന്നുമല്ല, ബംഗാളിൽ സമരം നടത്തുന്ന ജമിയത്തുൽ ഉലമാ ഹിന്ദും അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം സംഘടനകളൊക്കെ ചേർന്നിട്ടാണ്. അവിടുത്തെ എല്ലാ മുഖ്യധാര മുസ്ലിം സംഘടനകളും ചേർന്നിട്ടാണ്. അവരുടെ വൈകാരികമായ പ്രക്ഷോഭത്തെ വളരെ മാന്യമായി അഡ്രസ് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി അവിടെ ഉള്ളത് കൊണ്ട് അവർ പറയുന്നു ഈ സംസ്ഥാനത്ത് ആ ഭേദഗതി ബില്ല് നടപ്പാക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന പ്രശ്നമുണ്ട്. എന്നിരിക്കെയും ആ വൈകാരികമായ ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് അവരത് പറയും. ഇങ്ങനെയാണ് സാധാരണ ന്യായമായും നീതിപൂർവ്വം ജനങ്ങളുടെ വൈകാരികതയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മനുഷ്യർ പറയുക. ഇത് ഇപ്പൊ സുപ്രീം കോടതിയിൽ കേസ് നടത്തിയാൽ പോരെ, ജനാധിപത്യത്തിൽ തെരുവിലെ പ്രക്ഷോഭം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ പരമപ്രധാനമാണ്. അങ്ങനെ പ്രക്ഷോഭങ്ങൾ ഇല്ലാതിരുന്നാൽ ഭരണകൂടത്തിന്റെ പലതരത്തിലുള്ള ഏജൻസികൾക്ക്, കോടതികൾക്ക് പോലും അന്യായമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. ഞാൻ പ്രതിഷേധങ്ങൾ വേണ്ട എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട് കരിപ്പൂരിലെ പ്രതിഷേധത്തിൽ മുസ്ലിം ബ്രദർഹുഡ് നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടപ്പെട്ടു എന്നതാണ് ചോദിച്ചത്. ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് പ്രക്ഷോഭങ്ങളെ, സമരങ്ങളെ, പലതരത്തിലുള്ള ആഖ്യാനങ്ങൾ, ഇത് അക്രമകാരികളുടെ സമരമാണ്, ബംഗ്ലാദേശുകാരുടെ സമരമാണ്, ഇതിൽ പാകിസ്ഥാന്റെ ഇടപെടലുണ്ട്, ഇതിൽ തീവ്രവാദികളുടെ ഇടപെടലുണ്ട്, ഇതിൽ ഭീകരവാദികളുടെ ഇടപെടലുണ്ട് എന്ന് തുടങ്ങി പലതരത്തിലുള്ള നരേഷനുകളിലൂടെ സമരങ്ങളെ പൊളിക്കുക, അതിന്റെ ഉദ്ദേശങ്ങളെ, സമരത്തിന്റെ വൈകാരികതയെ, സമരത്തിന്റെ മൊറയിലിനെ തകർക്കുക എന്നുള്ളത് ഭരണകൂട അജണ്ടയാണ്. ഇപ്പൊ ത്രിപുരയിൽ സമരം നടന്നു. വളരെ മാന്യമായ, സാധാരണമായ, വളരെ സമാധാനം, അതിന്റെ വീഡിയോകളൊക്കെ നമ്മൾ കാണും, സമാധാനപരമായ സമരമാണ്. ത്രിപുരയിലെ ഭരണകൂടം പറയുന്നത് അവിടെ 15-ൽ പരം പോലീസുകാർക്ക് പരിക്കുപറ്റിയതാണ്. ബംഗാളില് സമരം നടന്നതിനെടുത്ത കേസുകൾ വളരെ സ്വാഭാവികമായ സമരമല്ലാതെ ആ തരത്തിലുള്ള ഒരു വർഗീയ കലാപം അവിടെ നടന്നിട്ടില്ല. പക്ഷെ വർഗീയ കലാപം നടക്കുന്നു. മുർഷിദാബാദ് എന്ന് പറയുന്നത് ഏതോ ഒരു ഭീകരവാദികളുടെ കേന്ദ്രമാണ്, അവിടെ ഒരു വർഗീയ കലാപം നടക്കുന്നു എന്നൊരു വൈകാരിക പ്രക്ഷോഭം. നമ്മുടെ നാട്ടില് യൂത്ത് കോൺഗ്രസും DYFIയും SFIയും ഒക്കെ സമരം നടത്തിയാൽ ഏത് തരത്തിലാണോ സമരം വൈകാരികമായി സംഭവിക്കുക എന്നതിൽ കവിഞ്ഞ് ഒന്നും സംഭവിക്കാതിരിക്കെ
മുർഷിദാബാദ് എന്ന് പറയുന്നത് ഭീകരവാദികളുടെ കേന്ദ്രമാണ്. ഈ സമരങ്ങൾക്കൊക്കെ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് പൗരത്വ സമരകാലത്ത് ഷഹീൻ ബാഗിനെതിരെ ഉന്നയിക്കപ്പെട്ട കാര്യമാണ്. എന്താണ് പൗരത്വ സമരത്തെ പൊളിക്കാൻ വേണ്ടി ഇവർ ചെയ്തത്? ഡൽഹിയിൽ ഒരു വംശഹത്യ നടത്തി. എന്നിട്ടത് വർഗീയ കലാപം നടക്കുന്നു എന്ന് പറഞ്ഞ് ലാർജർ കോൺസ്പിറസി എന്ന് പറഞ്ഞ് UAPA പ്രകാരം ആ പ്രക്ഷോഭകാലത്ത് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന പൗരത്വ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള നേതാക്കൾ ഇപ്പോഴും ജയിലുകളിൽ കഴിയുക. ആ തരത്തിലുള്ള ക്യാമ്പയിനുകൾ, സമരങ്ങളെ അതിന്റെ മൊറയിലിനെ തകർക്കാൻ വേണ്ടിയുള്ള, വൈകാരികതയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള, ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള കേസുകൾ. അഡ്വക്കേറ്റ് അമീൻ, താങ്കൾ പറയുന്നത് ത്രിപുരയിലെയും ബംഗാളിലെയും ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് കരിപ്പൂരിൽ നടന്ന സംഭവമാണ്. കരിപ്പൂരിൽ നടന്ന സംഭവത്തിലാണ്, അത് ആരുടെയും പ്രേരണയാലല്ലോ. കരിപ്പൂരിൽ നടന്ന സമരം സോളിഡാരിറ്റി നടത്തിയ സമരമാണല്ലോ. അവിടെ എന്തുകൊണ്ട് മുസ്ലിം ബ്രദർഹുഡ് നേതാക്കളുടെ ചിത്രങ്ങൾ വന്നു എന്നതായിരുന്നല്ലോ എന്റെ ചോദ്യം. വളരെ രസകരമാണ് ആ ചോദ്യം. കാരണം എന്താ വെച്ചാൽ ഈ വിഷയത്തിൽ തന്നെ ന്യൂസ് 18 3-4 ചർച്ച നടത്തി. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു വിഷയത്തിൽ എനിക്കൊരു ചർച്ച നടത്താം. ഒരേ ചോദ്യം 3 ദിവസം ന്യൂസ് 18 ചോദിക്കുന്നത് റിലയൻസിന്റെ താല്പര്യം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനൊരു താല്പര്യമുണ്ട്, വംശീയമായ താല്പര്യമുണ്ട്, ഈ സമരങ്ങളുടെ മൊറയിലിനെ തകർക്കാൻ താല്പര്യമുണ്ട് എന്ന റിലയൻസിന്റെ താല്പര്യമല്ല, അതൊരു മാധ്യമപ്രവർത്തകരുടെ ചോദിക്കാനുള്ള അവകാശമാണ്. എന്തിനാണ് വഖഫ് നിയമത്തിനെതിരായ സമരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരുടെ ഫോട്ടോ ഉപയോഗിച്ചത് എന്നത് ഏതൊരു സാധാരണക്കാരന്റെ സംശയമാണ്. ആ സംശയം തന്നെയാണ് ന്യൂസ് 18 ചോദിച്ചത്. എനിക്കൊരു ടൈം ബാങ്ക് ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട് ശ്രീ അമീൻ. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ചു നേരമായി താങ്കളോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. മാത്രവുമല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് താങ്കളുടെ ശ്രദ്ധ ക്ഷണിച്ചതും. അതല്ലാണ്ട് ഏതെങ്കിലും തരത്തിൽ ഞാനൊരു ഇടവേളയിലേക്ക് പോയതിനു ശേഷം വേണമെങ്കിൽ അമീനിലേക്ക് തന്നെ തിരിച്ചെത്താം. ഇടവേള. തീർച്ചയായും 30 സെക്കൻഡ്. അതായത് ഇത്രയേ ഉള്ളൂ. വഖഫിൽ ഹമാസ് എന്തിന് എന്ന് ചോദിച്ച് ഒരു ദിവസം ചർച്ച നടത്താം. ഇന്ന് നരേന്ദ്രമോദി ഈ സമരത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ദിവസം വീണ്ടും അതേ ചോദ്യം ചോദിക്കുന്നതിന് രാഷ്ട്രീയ ഞാൻ താങ്കളുടെ ചോദ്യത്തെ കുറിച്ചല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടാണല്ലോ ശ്രീ അമീൻ ആ ചോദ്യം ഉയർന്നത്. അതിന് താങ്കൾ പറയൂ, എങ്ങനെ അത് സംഭവിച്ചു എന്ന് താങ്കൾ പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഈ വഖഫ് ആക്ടിലെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ എത്ര ദിവസം ചർച്ച ചെയ്യാം. ഇന്ന് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ ഏതൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളത് നരേന്ദ്രമോദി ഒരു ക്യാമ്പയിൻ ഉന്നയിക്കുന്നു. ഞാൻ അതിന് പൊതുവായ ഒരു മറുപടി പറയുന്നു. അതായത് ഇന്ത്യയിലെ എല്ലാ സമരങ്ങളെയും, അതിനാണ് ഞാൻ പൗരത്വ സമരത്തെ കുറിച്ച് പറഞ്ഞത്, പൗരത്വ സമരങ്ങളെയും ആ അർത്ഥത്തിലുള്ള എല്ലാ കർഷക സമരത്തെയും ഒക്കെ അതിന്റെ മൊറേലിനെ, വൈകാരികതയെ തകർക്കാൻ സംഘപരിവാർ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിനുകൾ ആവർത്തിക്കുക, അത്തരം ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുക എന്നതിനൊരു രാഷ്ട്രീയമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കളുടെ ചോദ്യത്തെ കുറിച്ചല്ല. ആവർത്തിച്ച് ഒരു ചാനൽ ഒരേ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിന് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അത്തരം സംഭവങ്ങൾ നടന്നാൽ അത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ ശ്രീ അഡ്വക്കേറ്റ് അമീൻ. അക്കാര്യത്തിലുള്ള മറുപടി, അത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ആവർത്തിച്ച് ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങൾ. അത്രയേ ഉള്ളൂ അതിനുള്ള മറുപടി. ഞാൻ താങ്കൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു. ഇനി നമ്മുടെ ചർച്ചയ്ക്കുള്ള സമയമാണ്. മാത്രവുമല്ല, താങ്കൾ ഉൾപ്പെടെ ചോദിച്ച നിരവധി ചോദ്യങ്ങൾക്ക് ജോമോന് മറുപടി പറയേണ്ടതുണ്ട്. ശ്രീ ജോമോൻ ചക്കാലക്കൽ, നമുക്ക് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേട്ടാൽ തോന്നുന്നത് എല്ലാം മുസ്ലിം വിഭാഗത്തിലെ, ന്യൂനപക്ഷ വിഭാഗത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പക്ഷേ ഈ വീണ്ടുമുള്ള പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുന്നതിന് മുൻപ് അദ്ദേഹം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ കുറിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പറഞ്ഞത് എന്താണ് എന്നത് ഈ സാധാരണക്കാരായ മുസ്ലിങ്ങളും കേട്ടിട്ടുള്ളതാകുമല്ലോ. അപ്പോൾ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അവർ വിശ്വസിക്കുമോ? അവർക്ക് വേണ്ടിയാണ് എല്ലാം എന്ന വാക്കുകൾ അവർ വിശ്വസിക്കുമോ? രേണു, ഇടയ്ക്ക് നെറ്റ്വർക്ക് എന്തോ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അമീൻ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ കട്ടായിട്ടാണ് മുനമ്പത്തിലെ പരിഹാരം എന്ത്? 2013 ഭേദഗതിയിൽ വരുമ്പോൾ നിങ്ങളുടെ നേതാക്കൾ ഉൾപ്പെടെ അതിനൊപ്പം നിന്നത് എന്ത്? ഈ രണ്ട് ചോദ്യമാണ് അമീൻ ചോദിച്ചത്. ഇപ്പോൾ കേട്ട് കാണുമല്ലോ. അല്ല, മുനമ്പത്തിലെ പരിഹാരത്തെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. നോക്കൂ, മുനമ്പത്തിലെ ജനങ്ങളെ ഇവർ വെറുതെ ഭയപ്പെടുത്തുകയാണ്. ഈ നിയമം കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് കൃത്യമായി സെക്ഷൻ 2-ൽ എത്ര കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. നോക്കൂ, പുതുതായി ചേർക്കപ്പെട്ട സെക്ഷൻ 2-ൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. നോക്കിക്കോ, സൊസൈറ്റികൾക്കോ ട്രസ്റ്റുകൾക്കോ, എന്റെ മലയാളം പറയണം, ഇംഗ്ലീഷും പറയാം, സൊസൈറ്റികൾക്കോ ട്രസ്റ്റുകൾക്കോ ഒരു പ്രത്യേക കാര്യത്തിനായി നൽകിയിട്ടുള്ള വസ്തുക്കൾ ആ ഭാഗത്തിന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ബോൾഡിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിലെ അമെന്റ്മെന്റിന്റെ കോപ്പി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവിടെ ഞാൻ പറയാം നിങ്ങൾ അതിൽ കയറി പിടിക്കുന്നു. നോക്കൂ,
നിങ്ങൾ സെക്ഷൻ 2 എടുത്ത് വായിക്കൂ. നിങ്ങളൊരു അഡ്വക്കേറ്റ് അല്ലേ? അവിടെ വായിച്ചിട്ടാ വരുന്നത്. മുൻകാല പ്രാബല്യമുണ്ടോ? പറയാൻ അവസരം തരൂ. എന്റെ പൊന്ന് സഹോദരൻ പറയാൻ അവസരം തരൂ. ഈ അർത്ഥം ഇംഗ്ലീഷിന്റെ അർത്ഥം താങ്കൾക്ക് അറിയണമെങ്കിൽ സെക്ഷൻ 2A എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്ക് ബിഫോർ പ്രാബല്യമുണ്ടോ ജോമാനെ? പിന്നെ ഇതിന്റെ അർത്ഥം എന്താ? ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കമൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ എന്താ ആഫ്റ്റർ ദ കമൻസ്മെന്റ്? ഒരു സൊസൈറ്റിയുടെ കയ്യിലുള്ള ഭൂമി എന്ന് പറയുന്നത് അതെ. മുന്നമം എങ്ങനെയാ? കോടതിയിൽ അമീന എനിക്ക് പറഞ്ഞ അവസരം തരൂ. ഒന്നാമത് എനിക്ക് ഇന്റർനെറ്റ് പലതും കേട്ടിട്ടില്ല, പലതും പറയാൻ പറ്റിയിട്ടുമില്ല. എനിക്ക് ഇനിയുള്ള അവസരം റെട്രോസ്പെക്റ്റീവ് എഫക്ട് പറയാൻ അവസരം തരൂ. മുനമ്പത്തിലെ വിഷയത്തെ കുറിച്ച് നിയമം ചർച്ചയ്ക്ക് വന്നപ്പോ പറഞ്ഞല്ലോ എന്തൊരു കഷ്ടം. ഞാൻ പറയട്ടെ മീനെ, പരിധി വേണ്ടേ? നിങ്ങൾ സഹിഷ്ണുത കാണിക്കുന്നത് നിങ്ങൾ ബ്രദർഹുഡിന്റെയും ഹമാസിന്റെയും നേതാക്കളെ കൊണ്ടുവന്നോ? അല്ലല്ല, നിങ്ങൾ കൊണ്ടുവന്നോ? അല്ല അതൊന്നും ഞങ്ങൾക്ക് തഹാവൂർ റാണയെ കൊണ്ടുവന്നിട്ടുണ്ട്. 13 പേരെ നാളെ കൊണ്ടു. കണ്ടോ? അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ബ്രദർഹുഡ് എന്ന് പറഞ്ഞു താങ്കൾ തമ്മിൽ എന്താ ബന്ധം? ഹമാസ് താങ്കൾ തമ്മിൽ എന്താ ബന്ധം? ഹമാസിനെ പറയുമ്പോൾ ഹമാസിനെ പറയുമ്പോൾ താങ്കൾക്ക് ഇതിന് മറുപടി പറയാനുണ്ടെങ്കിൽ പറയൂ. മുൻകാല പ്രാബല്യമില്ലാത്ത ഭേദഗതിയിലൂടെ താങ്കൾ എങ്ങനെയാണ് നിങ്ങൾ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുന്നതെന്ന് പറയൂ. പറയാൻ അവസരം തരൂ. അയാളോടൊന്നും മിണ്ടാതിരിക്കാൻ പറയൂ. ഞാൻ പറയാം. സെക്ഷൻ 2A പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ നോക്കൂ, അവിടെ ഇതിരിക്കുന്നുണ്ടാ മുത്തഹല്ലി ഹാസ് ടു എ പർട്ടിക്കുലർ പേഴ്സൺ. മുനമ്പം എന്താ വിഷയം? ഇറ്റ്സ് നോട്ട് എ കമ്മിറ്റി, ഇറ്റ്സ് നോട്ട് എ ട്രസ്റ്റ്, ഇറ്റ്സ് നോട്ട് എ സൊസൈറ്റി. മുനമ്പത്തിൽ പാട്ടക്കരാർ കിട്ടിയ ഒരു ഭൂമി നോക്കൂ. പാട്ടക്കരാർ കിട്ടിയ ഒരു ഭൂമി ഇയാൾ വാങ്ങിയതല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പോലും ലഭിക്കുന്നതിന് മുമ്പ് പാട്ടക്കരാർ കിട്ടിയ ഒരു ഭൂമി നൈസായിട്ട്, ഞാൻ പലവട്ടം ഉദാഹരണം പറഞ്ഞതാ, നൈസായിട്ട് വല്ലവന്റെയും തേങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ആ തേങ്ങ എടുത്തുകൊണ്ട് പോയിട്ട് കണ്ട അമ്പലത്തിൽ പോയി ഗണപതിക്ക് ഉടയ്ക്കുന്ന പരിപാടി പോലെ ഞാൻ നല്ല കുട്ടിയാണ്, ഞാൻ നല്ലൊരു പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ വേണ്ടി. ശരി, നമ്മുടെ സമയം പൂർണ്ണമായും അവസാനിക്കുന്നത് കൊണ്ടാണ് ശ്രീ ജോമോൻ ഞാൻ ഇടപെടുന്നത്. പരിഹാരമാണെങ്കിൽ അത് എങ്ങനെയെന്ന് കൂടുതൽ വ്യക്തതയോടുകൂടി വിശദീകരിക്കണം. മാത്രവുമല്ല, ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ഏറ്റവും സാധാരണക്കാർക്കായുള്ളവർക്ക് സഹായമാകുമെങ്കിൽ അതും കൂടുതൽ വ്യക്തതയോടുകൂടി വിശദീകരിക്കപ്പെടേണ്ടതാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഡിബേറ്റ് പൂർണ്ണമാകും.